ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഭയങ്കര സിമ്പിളായിട്ടൊരു ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലുള്ള കുഞ്ഞ് ടിന്നാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫുഡൊക്കെ പാർസൽ കൊണ്ടുവരുന്ന സമയത്ത് അതിൻ്റെ കൂടെ ഇങ്ങനെ മയനീസൊക്കെ കിട്ടുന്ന ഒരു ടിന്നാണ്. അപ്പോൾ നല്ല ക്യൂട്ടാണല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഫ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇത് ഞാൻ നന്നായി വാഷ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് ചകിരിത്തുപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചകിരിത്തുപ്പിൻ്റെ ആ ഒരു മേലെ ഭാഗത്തുള്ള കുറച്ചൊരു കട്ടിയായിട്ട് നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്നത്, ആ ഒരു ടൈപ്പ് പീസ് ഞാനിങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമ്മളിങ്ങനെ നന്നായിട്ടൊന്നിങ്ങനെ പിച്ചി എടുക്കുകയാണ്. അപ്പോൾ ആ ഒരു കട്ടിയുള്ളത് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ വേറെ വേറെ ആക്കി എടുക്കുക. അപ്പോൾ ഓരോ നൈസായിട്ട് ഇങ്ങനെ വേറെ ആക്കി എടുത്തിട്ട് അതിൻ്റെ ആ പൊടിയൊക്കെ ഒന്ന് കളയുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കളഞ്ഞ് വരുന്ന സമയത്ത് ഒരു നല്ലൊരു രീതിയിൽ ഇങ്ങനെ കിട്ടും, നാര് പോലെ. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ പൊടിയൊക്കെ കളഞ്ഞിട്ടുള്ള ഒരു നാരുണ്ടല്ലോ, അപ്പോൾ അത് നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒരു കൂട്ടാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒരേ സൈസിലുള്ള നമ്മളിങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു ഗ്രീൻ കളർ വെച്ചിട്ട് നമ്മൾ അത് ഫുള്ളായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പം അതിൻ്റെ താഴെ ഭാഗത്തോട്ട് വേണ്ട കേട്ടോ, മേലെ ഭാഗം നമ്മളിങ്ങനെ എല്ലാ ഭാഗത്തും അതിൻ്റെ ഇടയ്ക്കിലൊക്കെ നന്നായിട്ടൊന്ന് ഇങ്ങനെ പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു ബുഷ് പോലെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്ലാന്റൊക്കെ പോലെ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇനി ഡ്രൈ ആക്കാൻ വെക്കുകയാണ് നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ ഞാൻ ഒരു സെറ്റും കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ പെയിൻറ്റൊക്കെ അടിച്ച് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിങ്ങനെ കുറച്ചൊരു കളർ കുറവായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പിന്നീട് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ള ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളത് ഈ മുറ്റത്തൊക്കെ കാണുന്ന ഒരു ടൈപ്പ് പുല്ലിൽ ഇങ്ങനെ വരുന്നൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പേര് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. ഇങ്ങനെ കല്ലിൻ്റെ പുറത്തും ഒക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നതാണ്. പിന്നെ അതുപോലെ മണ്ണിൽ ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന മണ്ണിലൊക്കെ കാണുന്നൊരു ടൈപ്പ് ഫ്ലവേഴ്സാണ്. അപ്പോൾ ഇതിങ്ങനെ ഒരു മുള്ള് പോലെ ഇരിക്കും കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ അതിങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു ക്യൂട്ടായിട്ട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് നേരത്തെ ഇങ്ങനെ പറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഡ്രൈ ആകുന്ന സമയത്ത് എങ്ങനെ ഇരിക്കും, അത് കൊഴിഞ്ഞു പോകുമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടൈപ്പ് അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇതൊരു വൈറ്റ് കളറാണ്, ഒരു പൈനാപ്പിളിൻ്റെ ഒക്കെ ആ ഒരു ടൈപ്പിലൊക്കെ വരും. നല്ല ക്യൂട്ടായിട്ടാണ്. നമുക്കത് ഭയങ്കര ചെറുതാണ്, നമ്മളിങ്ങനെ ശ്രദ്ധിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് കാണാൻ. ഈ രണ്ട് ടൈപ്പ് ഫ്ലവേഴ്സ് ഞാൻ കുറച്ചിങ്ങനെ പറിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലവറിൻ്റെ ഒരു കൂടെ അങ്ങനെ ഒരു 3 ലേസ് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഡ്രൈ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഡ്രൈ ആയ സമയത്ത് അതിൻ്റെ ആ ഒരു വൈറ്റ് കളറൊക്കെ മാറിയിട്ട് വേറൊരു കളറായിട്ടുണ്ട്. എന്നാലും കുഴപ്പമൊന്നുമില്ല, നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ഫ്ലവർ കാണാനായിട്ട്. ഇത് ഞാൻ സാധാരണ ഒരു ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വീടിൻ്റെ അകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണ്. ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു കളറൊക്കെ മാറി നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പൈനാപ്പിൾ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞില്ല, ഒരു വൈറ്റ് കളർ. അപ്പോൾ അതിങ്ങനെ ഡ്രൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സൈസൊക്കെ ഒരുപാട് ചുരുങ്ങിയിട്ടുണ്ട്, എന്നാലും നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. ഇനിയിപ്പോൾ നമ്മൾ ഫസ്റ്റ് കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അത്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബണ്ടിൽ പോലെ ഇരിക്കുന്ന നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് പോലെ തന്നെ ഉണ്ട്. ഈ ഒരു ടൈപ്പ് ഫ്ലവേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും ഒന്നും കിട്ടാൻ ചാൻസ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു സൂത്രം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഒരു ക്രാഫ്റ്റ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് സ്കിപ്പ് അടിക്കാതെ കണ്ടാൽ അതും കാണാം കേട്ടോ. ഞാനിത് തുടങ്ങിയതിൻ്റെ ശേഷം ഒന്നും ഇങ്ങനെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ തട്ടി നോക്കിയിട്ടുണ്ടായിരുന്നു കൊഴിഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ കൊഴിഞ്ഞു പോകുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനിയിപ്പോൾ അത് പെയിൻറ്റൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആക്രിലിക് പെയിൻറ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് പിങ്ക് കളറ്, പിന്നെ അതുപോലെ തന്നെ ബ്ലൂ കളറ്, റെഡ്, യെല്ലോ ഒക്കെ വെച്ചിട്ട് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ഫ്ലവേഴ്സിന് ഇതുപോലെ ഇങ്ങനെ മാറി കളേഴ്സൊക്കെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളേഴ്സൊക്കെ നിങ്ങളുടെ കയ്യിൽ ഏത് കളറാണുള്ളതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ ആ ഫ്ലവേഴ്സൊക്കെ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ കളറൊക്കെ കൊടുത്തപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി ഇങ്ങനെ കാണുന്നത്. നമ്മളിങ്ങനെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന കുഞ്ഞു ഫ്ലവേഴ്സ് പോലെ ഇരിക്കുന്നുണ്ടല്ലേ. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുല്ല് നമ്മളിങ്ങനെ അതിൻ്റെ മേലെ ഭാഗത്തൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊങ്ങി താന്നൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. ആ ഭാഗമൊക്കെ നമ്മളിങ്ങനെ കട്ട് ചെയ്തിട്ടൊന്നിങ്ങനെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ പോട്ടിലേക്ക് നമ്മൾ പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുല്ല് പോലെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ കുറച്ചിങ്ങനെ ഒരു സൈസ് കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഭാഗത്ത് പെയിൻറ്റ് ചെയ്യാത്ത ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം ഞാനിങ്ങനെ കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയപ്പോൾ കറക്റ്റ് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഒരു ഇതിലേക്ക് ഇങ്ങനെ നല്ല ഭംഗിയുള്ള കുറച്ച് ഒരു പോട്ടിലേക്ക് നമ്മളിങ്ങനെ ചെടിയൊക്കെ വെച്ചിട്ടില്ല അതുപോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അടുത്ത പോട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
ഇതിലൊരു പോട്ടിലുള്ള ഒരു ബുഷിന് ഇങ്ങനെ കുറച്ച് കളർ കുറവ് പോലെ തോന്നുക, കാരണം പെയിൻറ്റ് ചെയ്ത് അത്ര ശരിയായിട്ടില്ല എന്ന് തോന്നും. അപ്പം ഞാനത് വീണ്ടും ഒന്നും കൂടെ ഒന്നിങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആ ഒരു പോട്ട് കാണാനായിട്ട് നല്ല ഡാർക്കായിട്ടുള്ള ബുഷൊക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലവേഴ്സൊക്കെ ഒന്നിങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഒരു ഫ്ലവേഴ്സിൻ്റെ ആ സ്റ്റെമ്മിന് ഒരുപാട് കട്ടിയൊന്നുമില്ല കേട്ടോ. കുറച്ചൊരു ഇങ്ങനെ തിന്നായിട്ടിരിക്കുന്നതാണ്, പക്ഷേ വലിയൊരു ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ടൈപ്പും അല്ല. അപ്പം ഞാൻ അതിൻ്റെ ഒരു കുറച്ച് നീളം കൂടുതലാണല്ലോ, അപ്പോൾ അതൊന്നും ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ആ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ബുഷിലേക്ക് ഇങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കുക കേട്ടോ. പക്ഷേ ചിലതൊന്നും ഇങ്ങനെ അത്രക്കങ്ങ് കയറുന്നില്ല, കാരണം ചകിരിൻ്റെ ആ ഒരു നാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ആ ഒരു കോല് പോലുള്ളത് ശരിക്കും ഇങ്ങോട്ട് കയറുന്നില്ല. ചിലത് പക്ഷേ നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് നമ്മൾ ഓരോ ഫ്ലവേഴ്സ് വെക്കുന്ന സമയത്ത് ആ ഒരു പോട്ടിൻ്റെ ഭംഗി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, കാരണം നല്ല ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു ഗ്രീൻ ചെടിയൊക്കെ ആയിട്ട് അതിലേക്ക് ഇങ്ങനെ ഓരോ കളേഴ്സ് ഇങ്ങനെ ഫ്ലവർ വരുന്ന സമയത്ത്. അപ്പോൾ പക്ഷെ ഞാൻ ആ ശരിയാവാത്ത ഫ്ലവർ ഉണ്ടല്ലോ, ഇങ്ങനെ അതിൻ്റെ സ്റ്റെം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത്, അപ്പോൾ അത് ഞാനിങ്ങനെ മെല്ലെ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ആ ഒരു ചകിരിയൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഓരോന്നും ഇങ്ങനെ വേണമെങ്കിൽ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പം ഇനി അതുപോലെ തന്നെ ഞാൻ അടുത്ത ഒരു പോട്ടും കൂടെ സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു കുറച്ച് ബണ്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഫ്ലവർ ഉണ്ടല്ലോ, ആ ഒരു ടൈപ്പ്, അപ്പോൾ അതാണ് കേട്ടോ ഇതിൽ ഒട്ടിച്ച് കൊടുക്കുന്നത്. നേരത്തെ അതിൽ നമ്മളിങ്ങനെ ഒരു കുഞ്ഞ് പൈനാപ്പിൾ പോലുള്ള മുത്തു പോലുള്ള ഒരു ഫ്ലവർ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി കാണാൻ. ഈ പോട്ട് ഒരുപാട് കട്ടിയൊന്നുമില്ലല്ലോ, കുറച്ച് തിന്നാണല്ലോ. അപ്പം നിങ്ങൾക്കത് കുറച്ചും കൂടി നല്ലൊരു സ്ട്രെങ്ത്തിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 പോട്ട് ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല ക്യൂട്ടായിട്ടുണ്ട് നമ്മൾ ആ ഒരു പോട്ടൊക്കെ കാണാനായിട്ട്. ഇനി ഇതുപോലത്തെ പുല്ലൊന്നും കയ്യിലില്ല എന്നുണ്ടെങ്കിൽ അതിനും വിഷമിക്കേണ്ട, വേറൊരു സൂത്രമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മുളകിൻ്റെ തണ്ടാണ്. ഇത് ഞാൻ പച്ചമുളകിൻ്റെ തണ്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വറ്റൽമുളകിൻ്റെ തണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ പച്ചമുളകിൻ്റെ തണ്ടാകുമ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അത് എടുത്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ കുറച്ച് ഇങ്ങനെ ഒരു ഫ്ലവർ പോലെ ഒരു വിരിഞ്ഞിരിക്കുന്ന ഒരു ഇതും ഉണ്ടാവുമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിനി അതൊന്നും ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു മേലെ ഭാഗത്ത് മാത്രം റെഡ് കളർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു നടുക്കുണ്ടല്ലോ, ആ നടുക്ക് ഭാഗത്ത് ഞാൻ കുറച്ച് യെല്ലോ കളറും പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്ത് ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആ ഒരു താഴെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് വളഞ്ഞിരിക്കുമല്ലോ, അപ്പോൾ ആ ഒരു ഭാഗം ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്നാലേ നമുക്ക് നമ്മൾ ആ ഒരു ചകിരിയുടെ ഒരു ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ അത് കുത്തി ഇറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആ പെയിൻറ്റും കൂടെ ചെയ്ത് കൊടുത്ത് ആ ഒരു പോട്ടിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ എല്ലാം കൂടെ അങ്ങനെ വെച്ച് കൊടുത്തപ്പോൾ കറക്റ്റ് നല്ലൊരു ചെടീനകത്ത് നിറയെ അങ്ങനെ പൂക്കളൊക്കെ ഉള്ള ഒരു പോട്ട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്. നല്ലൊരു ക്യൂട്ടായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഞാനിത് ചെയ്ത് ആ ഒരു സെറ്റ് ചെയ്ത് വെച്ചപ്പോഴത്തേക്ക് തന്നെ എൻ്റെ മോനും മോളും ഓടി വന്ന്, അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം നല്ല ക്യൂട്ടായിട്ട് ഇരിക്കുകയാണല്ലോ, അപ്പോൾ അവർക്ക് 2 പേർക്ക് അത് കളിക്കാൻ വേണം, കാരണം അത്രയും ക്യൂട്ടാണ്. നല്ല കുഞ്ഞായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാവുമല്ലോ. നമുക്കിപ്പോൾ ക്യാമറയിൽ അത്രക്ക് അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് ചിലപ്പോൾ തോന്നുന്നുണ്ടാവില്ല, പക്ഷേ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കാരണം ആ ഒരു പോട്ടാണെന്നുണ്ടെങ്കിലും കറക്റ്റ് നല്ലൊരു നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു പോട്ട് പോലെ തന്നെ ഇരിക്കുന്നുണ്ട്, ആ ഒരു മൈനേഴ്സിൻ്റെ ടിന്നാണെങ്കിൽ. പിന്നെ ആ ഫ്ലവേഴ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്തതൊന്നും ഇങ്ങനെ വേസ്റ്റ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയൽ ആണെന്നൊന്നും തോന്നുന്നില്ല, പെയിൻ്റൊക്കെ ചെയ്ത് കൊടുത്തപ്പം. പിന്നെ ആ പുല്ലും അതുപോലെ തന്നെ ചകിരിയുടെതൊക്കെ ആണെങ്കിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ കറക്റ്റ് നല്ലൊരു ബുഷ് പോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. സത്യം പറഞ്ഞാൽ എനിക്കത് ഫോട്ടോ എടുക്കാനും പിന്നെ അത് വീഡിയോയിൽ കാണിക്കാനും വരെ അവർ സമ്മതിക്കുന്നില്ല, കാരണം അവർക്ക് തന്നെ അത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കൊരു ക്യൂട്ടായിട്ട് ഇരിക്കുന്നതാണല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ ഒരു ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഇങ്ങനെ ഗിഫ്റ്റ് പോലെയൊക്കെ ചെയ്ത് കൊടുത്താലൊക്കെ അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പുല്ലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ഗ്ലൂ ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി, അപ്പോൾ അതിങ്ങനെ സ്റ്റിക്കായിട്ട് കിടന്നോളുമല്ലോ. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ചിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു ക്രാഫ്റ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മൈനസിൻ്റെ ടിന്ന് കണ്ട സമയത്ത് നല്ലൊരു ക്യൂട്ടാണ്, നല്ല പോട്ട് പോലെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാനൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതിലേക്ക് ആ ഒരു ഫ്ലവേഴ്സ് ആദ്യം ഞാൻ ആ ഒരു മുളകിൻ്റെതാണ് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷേ പിന്നീടാണ് ഇങ്ങനെ ആ ഒരു മുറ്റത്ത് ഇങ്ങനെ പുല്ല് കണ്ടപ്പോൾ അങ്ങനെ അത് വെച്ചിട്ടൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ കൂടെ ചെയ്ത് കൊടുത്തപ്പോൾ നല്ലൊരു 3 ടൈപ്പ് ഫ്ലവേഴ്സ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്, നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ടിന്നൊക്കെ ആയിട്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മൈനസിൻ്റെ ടിന്നൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഇങ്ങനെ ചെയ്തിട്ട് എല്ലാവരും ഒന്ന് ട്രൈ നോക്കിയിട്ട് പിക്ചേഴ്സൊക്കെ ഒന്ന് എനിക്ക് അയച്ചു തരണം കേട്ടോ. അപ്പോൾ അതുപോലെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഇനി നമുക്ക് കുറച്ച് ടെസ്റ്റിമോണിയൽസ് കൂടെ കണ്ടു നോക്കാം. ആദ്യത്തെ പിക്ക് അയച്ചു തന്നത് ഷെനു ആണ്. നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കറിവേപ്പിലയുടെ കുരുവൊക്കെ ഉപയോഗിച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്.
അടുത്ത പിക്ക് അയച്ചെന്നത് 6th പഠിക്കുന്ന റിഫ മുംതാസ് ആണ്. നമ്മളൊരു സീനറിയുടെ ഒരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്തത്. അടുത്തതായിട്ട് അഭിരാമി രാജു അയച്ചെന്നത് നമ്മൾ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ടൊരു ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് എടപ്പാളിലുള്ള 6th പഠിക്കുന്ന നന്ദൻ അയച്ചെന്നത് നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്ക് ഉപയോഗിച്ചിട്ടൊരു വാൾ ഹാങ്ങിങ് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളുടെ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ടൊരു ക്രിസ്മസ് ട്രീയും ചെയ്തിട്ടുണ്ടായിരുന്നു, അതും ട്രൈ ചെയ്തിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് കീർത്തന കാർത്തു ആണ്. നമ്മൾ ഉള്ളിത്തൊലി വെച്ചിട്ടൊരു ബോട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നിട്ടുള്ളത് റുസ്നയാണ്. നമ്മൾ കാർഡ്ബോർഡ് മാത്രം വെച്ചിട്ടൊരു വാൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ട്രൈ ചെയ്ത് അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത പിക്ക് അയച്ചു തന്നത് അൽഷിഫ അഹമ്മദ് ആണ്. നമ്മൾ ലോക്ക്ഡൗൺ സ്പെഷ്യലായിട്ട് ഒരു നോ പെയിൻറ്റ് ബോട്ടിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അതാണ് ട്രൈ ചെയ്ത് അയച്ചു തന്നത്. എല്ലാവരും നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ ട്രൈ ചെയ്ത പിക്ചേഴ്സൊക്കെ അയച്ചേണ്ടത് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഇവിടെ തന്നിട്ടുള്ളത്. പിക്കൊക്കെ അയക്കാൻ വരുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുതേ. അതുപോലെ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഫാമിലിയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്യണേ. അതുപോലെ നമ്മളെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് വെനസ്ഡേ, ഫ്രൈഡേ, സൺഡേ 4:30 PM അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക.